കേരള ബാങ്ക് ഏറ്റെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ചെറുതല്ല. ഒരു ട്രാൻസാക്ഷണൽ ബാങ്ക് എന്ന രീതിയിൽ പരിമിതപ്പെടുത്താൻ കേരള ബാങ്കിന് സാധിക്കില്ല. ആ ട്രാൻസാക്ഷണൽ ബാങ്കിൻ്റെ കൂടെ സമാന്തരമായി കേരള ബാങ്ക് ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ തലത്തിലേക്ക് കൂടി ഉയരേണ്ടി വരും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പല രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് നിരവധിയായ ഇടപെടലുകൾ ആവശ്യമുള്ള വരുമ്പോൾ അതിൽ നേതൃത്വപരമായ വലിയ പങ്ക് വഹിക്കാൻ സഹകരണ മേഖലയ്ക്ക് പൊതുവിലും അതിൽ തന്നെ കേരള ബാങ്കിന് പ്രത്യേകിച്ചും ഒരു പങ്ക് വഹിക്കാനുള്ളതാണ്. ഇന്നത്തെ ഈ ത്രിദിന പരിശീലന പരിപാടിയെപ്പറ്റി പറയുമ്പോൾ ആ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഫോർമുലേഷനാണ്. അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സായാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ കസ്റ്റമേഴ്സായാലും പുതിയ പദ്ധതികളുമായി വരുമ്പോൾ, പുതിയ പ്രൊജക്ട്സുമായി വരുമ്പോൾ ആ പ്രൊജക്റ്റുകളെ മനസ്സിലാക്കാനും പഠിക്കാനും ഇവാലുവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ മാനേജേഴ്സിനുണ്ടായേ പറ്റുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ത്രിദിന പരിശീലന പരിപാടിയിലൂടെ നമ്മുടെ ഓഫീസേഴ്സിന്, കേരള ബാങ്കിൻ്റെ ഓഫീസേഴ്സിന് നല്ല ധാരണ ഈ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടാവുന്നതാണ്. എന്തായാലും ആ രീതിയിൽ അവർ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ICMൻ്റെ ക്യാമ്പസിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവരുടെ മുന്നിലേക്ക് വരുന്ന പ്രോജക്റ്റുകളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ആർജിച്ചിരിക്കും എന്നുള്ള പ്രതീക്ഷ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കേരള ബാങ്കിനും കേരള ബാങ്കിലെ ഓഫീസേഴ്സിനും എല്ലാ രീതിയിലുള്ള ഭാവുകങ്ങളും ഈ ഒരു പുതുവത്സര സമയത്ത് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുവെച്ചിരിക്കുകയാണ്. താങ്ക് യു. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് 6, 7, 8 തീയതികളിലായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നിട്ടുള്ള 3 ദിവസത്തെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ അവസാന ദിവസമാണ്. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന സീനിയർ മാനേജേഴ്സ് എന്നിവ എല്ലാവരും പ്രോഗ്രാം ഓൺ പ്രോജക്ട് പ്രിപ്പറേഷൻ, ലോൺ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് അപ്രൈസൽ ഓഫ് ദി പ്രോജക്റ്റ് ഫോർ ദ സീനിയർ മാനേജേഴ്സ് ആൻഡ് മാനേജേഴ്സ് ഓഫ് കേരള ബാങ്ക് എന്നുള്ള പ്രോഗ്രാമിന് ഇന്നൊരു വൈൻഡിങ് അപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിനും നിങ്ങൾക്ക് എത്രത്തോളം ഞങ്ങളുടെ എഫേർട്ട് എത്തിയിട്ടുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് സെഷനാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കുക. 3 ദിവസത്തെ നമ്മുടെ കേരള ബാങ്ക് 3 ദിവസത്തെ ട്രെയിനിങ്ങിന് അയച്ചത് നമ്മുടെ ബാങ്കിന് നമ്മളെ കൊണ്ടുള്ള മുതൽക്കൂട്ടാവാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ പ്രോജക്റ്റ് ഇവാലുവേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു 3 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം വളരെ മികച്ചതായിരുന്നു. അത് നമ്മുടെ ഭാവിയിലുള്ള പ്രവർത്തനത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നൊരു സംഗതി കൂടിയാണ്. നല്ല ട്രെയിനിങ് ആയിരുന്നു. പ്രോജക്റ്റിനെ കുറിച്ച്, പ്രിപ്പറേഷനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. കേരള ബാങ്കിലെ പല ജില്ലകളിലുള്ള സ്റ്റാഫുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ട്രെയിനിങ് പ്രോഗ്രാം എന്ന് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ചുണ്ടായത്. ശരിക്കും ഇത് ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ബാങ്കിന് യൂസ്ഫുൾ ആയിരുന്നു. ഇത്തരം പ്രോഗ്രാമുകൾ നമുക്ക് ജീവനക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് വരണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. നമ്മളിന്ന് ഇവിടെ വന്ന് 3 ദിവസത്തെ ക്ലാസ്സുകളൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. വളരെ വേറിട്ടൊരു അനുഭവമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. വർത്തിയായിരുന്നു. 2 ദിവസത്തെ പ്രോഗ്രാം വളരെ നല്ലതായിരുന്നു. വളരെ നല്ല കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതിനാണ് 3 ദിവസത്തെ പ്രോഗ്രാം വളരെ ഉപകാരപ്രദമായിരുന്നു. ട്രെയിനിങ് പ്രോഗ്രാം നന്നായിരുന്നു. ഈ 3 ദിവസങ്ങളുടെ പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. 3 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം വളരെ ഫലപ്രദമായി എനിക്ക് അനുഭവപ്പെട്ടു. ഈ ട്രെയിനിങ് എന്തുകൊണ്ടും വളരെ ഉപകാരപ്രദവും നല്ലതുമായിരുന്നു. ഒരു ബിസിനസ് പ്രോജക്റ്റ് കൈ കിട്ടിയാൽ അതിനെ എങ്ങനെ വിലയിരുത്തി ലോണ് നൽകാം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നമ്മുടെ 3 ദിവസത്തെ ട്രെയിനിങ് കൊണ്ടാണ് ഉണ്ടായി. നല്ല പ്രോഗ്രാമായിരുന്നു. ഇനിയും ഇങ്ങനത്തെ ട്രെയിനിങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ട്രെയിനിങ് നമുക്ക് വളരെ ഗുണപ്രദമായി എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് ഒത്തിരി അറിവ് സമ്പാദിക്കാൻ സാധിച്ചു. ICM തിരുവനന്തപുരം വെച്ചിട്ടുള്ള ഈ 3 ദിവസത്തെ ട്രെയിനിങ് പരിപാടി വളരെ നന്നായിരുന്നു. വളരെ ഉപകാരപ്രദമായിരുന്നു. ക്ലാസ് ഉണ്ടല്ലോ, അത് ഗംഭീരമായി. എല്ലാവർക്കും താങ്ക്സ്. പ്രോഗ്രാം കുഴപ്പമില്ല. പിന്നെ എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രോഗ്രാമൊക്കെ നല്ലതായിരുന്നു. സൂപ്പർ. പ്രിപ്പറേഷനെ സംബന്ധിച്ച ട്രെയിനിങ് പ്രോഗ്രാം സൂപ്പറായിരുന്നു. വളരെ നന്നായിരുന്നു. സൂപ്പർ. നമ്മുടെ ഗായത്രി മാഡം വളരെ നന്നായിട്ട് നമ്മളെ എല്ലാ സപ്പോർട്ടും ചെയ്ത് വളരെ നന്നായിരുന്നു. ഈ ട്രെയിനിങ് നന്നായിട്ടുണ്ട്. സൂപ്പർ. ICMന്റെ ട്രെയിനിങ് സൂപ്പറായിരുന്നു കേട്ടോ. സൂപ്പർ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 3 ദിവസത്തെ ICM ട്രെയിനിങ്ങിന് വേണ്ടി തിരുവനന്തപുരത്ത് വന്നതായിരുന്നു. ട്രെയിനിങ് എല്ലാം വളരെ അടിപൊളിയായി കഴിഞ്ഞു. വളരെ റിഫ്രഷിംഗ് ആയിരുന്നു. ആൻഡ് താങ്ക്സ് ടു ICM ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്.